അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്നൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് ഇമ്മ്യൂണിറ്റി പവറാണ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് കൊറോണ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കുടിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നിങ്ങളിൽ ചുക്കുണ്ടെങ്കിൽ ചുക്ക് എടുക്കുക. പിന്നെ പട്ട, കരിഞ്ജീരകം 1 ടീസ്പൂണ്, പിന്നെ കുറച്ച് തുളസി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇഞ്ചി, കുരുമുളക്, പട്ട, കരിഞ്ജീരകം ഇത് 4ഉം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിനെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നമ്മളിങ്ങനെ പണ്ടൊക്കെ വെള്ളം തിളപ്പിച്ചിട്ടില്ലേ, അതുപോലെ ഇതിങ്ങനെ തിളപ്പിച്ച് ഇട്ട് വെക്കുക. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ കുടിക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തുളസിയും കൂടി ഇട്ടിട്ട് നല്ലോണം വെട്ടി തിളപ്പിക്കുക. ആ ഒരു സത്തൊക്കെ ഇതിൽ നന്നായിട്ട് ഇറങ്ങി ചെല്ലണം. അതുവരെ നല്ലൊരു 5 to 10 മിനിറ്റ് നല്ല ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുക, കുടിക്കുക. എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, ചൂടുവെള്ളമൊക്കെ ധാരാളം കുടിക്കുക. പിന്നെ നമ്മൾ ടെൻഷനൊന്നും അടിക്കരുത്. ടെൻഷൻ അടിച്ചാൽ നമുക്ക് മറ്റു പല അസുഖങ്ങൾ വന്നിട്ടായിരിക്കും നമുക്ക് ഓരോന്ന് വരുത്തി വെക്കുക നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കൂളായിട്ടിരിക്കുക. നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനൊന്നും തടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. ഇതിപ്പോൾ എപ്പോഴും സാനിറ്റൈസർ യൂസ് ചെയ്യുക, ഗ്ലൗസ് യൂസ് ചെയ്യുക. എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് ഗ്ലൗസ് യൂസ് ചെയ്യുക, മാസ്ക് ഒക്കെ ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാവർക്കും ഇപ്പോൾ അറിയാം ഇതൊക്കെ. എന്നാലും ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലേക്ക് വരുമ്പോഴാണ് നമുക്കതൊരു വേറെ എവിടെയെങ്കിലും നടക്കുന്ന സംഭവം അത് വേറെ എവിടെയെങ്കിലും അല്ലേ, അപ്പോൾ നമുക്കൊരു വില ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള മെമ്പേഴ്സിന് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ടെൻഷനാവും, വല്ലാത്തൊരു സങ്കടമാവും. ഞങ്ങളുടെ ഫാമിലിയിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഞങ്ങളുടെ ബ്രദറിന് തെച്ചുവിന് ഇതുപോലെ കൊറോണ പോസിറ്റീവായിരുന്നു. ആൾക്ക് ഒരു സിംറ്റംസോ ഒന്നും ഉണ്ടായിട്ടില്ല. കമ്പനിയിലത്തെ എല്ലാവർക്കും കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ സമയത്ത് തെച്ചുവും ചെയ്തു. അങ്ങനെയാണ് റിസൾട്ട് വന്നപ്പോൾ ആൾക്ക് പോസിറ്റീവ്. ആൾ ഭയങ്കര കൂളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വാറൻറ്റൈനിലിരുന്നിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആൾക്ക് 14 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് നെഗറ്റീവായി. അപ്പോൾ ഫസ്റ്റത്തെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കി വെക്കുക. പിന്നെ ഓറഞ്ച് ജ്യൂസ്, ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ സിട്രിക് അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളം കഴിക്കുക. വിറ്റാമിൻ സി ടാബ്ലറ്റ്സ് എടുക്കുക. പിന്നെ രാവിലെ നമ്മൾ കരിഞ്ജീരകം അതുപോലെ തന്നെ തേനും കൂടി ചാലിച്ചിട്ട് എന്നും രാവിലെ കഴിക്കുക. പിന്നെ ചെറുനാരങ്ങ, ഇഞ്ചി, മഞ്ഞളും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക. പിന്നെ എക്സസൈസൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക്